നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജകുമാരിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച CPM നേതാക്കൾ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ല എങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് മുമ്പോട്ടു പോകുമെന്നും CU ജോയ്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് അടച്ചു. 1 മാസത്തേക്കാണ് പ്രവർത്തനം നിർത്തിയത്. ജനറേറ്ററുകളിലെ അറ്റകുറ്റപ്പണി തുടങ്ങി. ഇന്നലെ നടന്ന മന്ത്രിതല യോഗത്തിലാണ് പവർ ഹൗസ് അടയ്ക്കാൻ തീരുമാനമായത്. ഇടുക്കി ജില്ലയിൽ തുലാവർഷ മഴ ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പന്നിയാർ പുഴയുടെ ഇരുകരകളിലും ജാഗ്രതാ നിർദ്ദേശം. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ താൻ സഹോദരനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതി വ്യാജമെന്ന CPI പാമ്പാടുംപാറ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ PT ഷിഹാബ്. പരാതി ഉന്നയിച്ച സഹോദരനുമായി തനിക്ക് സ്വത്ത് തർക്കമില്ലെന്നും ഷിഹാബ്. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം നോക്കാം പോരാട്ടം 2025. രാജകുമാരിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച CPI. രാജകുമാരിയിൽ 1 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI നേതൃത്വം. CPM നേതാക്കൾ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ല എങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് മുമ്പോട്ടു പോകുമെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ് പറഞ്ഞു. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPI ശാന്തൻപാറ മണ്ഡലം എക്സിക്യൂട്ടീവും മണ്ഡലം കമ്മിറ്റിയും അടിയന്തര യോഗം ചേർന്നു. രാജകുമാരിയിലെ സീറ്റ് വിവാദത്തിൽ 1 സീറ്റ് വേണമെന്ന നിലപാടാണ് മണ്ഡലം കമ്മിറ്റിക്കും ഉള്ളത്. വിഷയവുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് വിഷയത്തിൽ CPI നേതൃത്വം നിലപാട് ഘടിപ്പിക്കുന്നത്. CPIM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ലെങ്കിൽ സംസ്ഥാന ജില്ലാ നേതൃത്വവുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുമെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ് പറഞ്ഞു. രാജകുമാരിൽ 1 സീറ്റാണ് ആവശ്യപ്പെട്ടത്. 1 സീറ്റിൽ മത്സരിക്കാൻ ഉള്ള അർഹതയൊക്കെ രാജകുമാരി ഞങ്ങൾക്കുണ്ട്. 1 സീറ്റല്ല. അതിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ തേടിയിട്ടുണ്ട്. CPM സഖാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. 1 സീറ്റ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സീറ്റ് നൽകാൻ അവർ തയ്യാറാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് പിന്നീട് ആലോചിക്കുന്ന കാര്യമാണ്. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ എത്തുന്നില്ല. അത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. വിഷയം അടുത്ത ദിവസം ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും. തുടർന്ന് CPI നേതൃത്വവുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടാണ് ഇപ്പോൾ CPIക്കുള്ളത്. എന്നാൽ സീറ്റ് ഒഴിവാക്കിയുള്ള വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടാണ് മണ്ഡലം കമ്മിറ്റി അടക്കം ഉയർത്തുന്നത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം MY ഔസേപ്പ, മണ്ഡലം സെക്രട്ടറി KC ആലീസ, PT മുരുകൻ, പ്രിൻസ് മാത്യു, PS അനിൽ, KK തങ്കപ്പൻ അടക്കമുള്ള നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, പൂപ്പാറ. രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പ് കണക്കുകളും പരിശോധിക്കുമ്പോൾ ഡിവിഷനുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ പറഞ്ഞു. ശബരിമല വിഷയമടക്കമുള്ള പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നതിൽ ഗവൺമെന്റിന്റെ പ്രത്യേക റോളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഏറ്റവും നല്ല ആളെ പ്രസിഡന്റ് ആക്കിയില്ലേ എന്നും ശ്രേയസ് കുമാർ പറഞ്ഞു. മുന്നണി വിടുമോ എന്ന ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണെന്നും ശ്രേയസ് കുമാർ പ്രതികരിച്ചു. അതുപോലെ ഈ ശബരിമല വിഷയമടക്കമുള്ള പ്രശ്നങ്ങൾ ജൈവരാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വിലയിരുത്തലുണ്ടോ? ഇല്ല, അതിൽ ഗവൺമെന്റിന്റെ പ്രത്യേക റോളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിപ്പോ ഏറ്റവും നല്ല ആളെ അതിന്റെ പ്രസിഡന്റ് ആക്കിയില്ല. അതുപോലെ ഈ മുന്നണി വിടുമ്പോൾ ചർച്ചകൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ശാന്തൻപാറ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നാൽ LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ 2 ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ശാന്തൻപാറ പഞ്ചായത്തിലെ 14 വാർഡുകളിലും 2 ബ്ലോക്ക് ഡിവിഷനുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിക്കുന്നത്.
വിമതശല്യമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ UDF ആത്മവിശ്വാസത്തിലാണ്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച പ്രഖ്യാപനം നടത്തി. 14 വാർഡിലെയും 2 ബ്ലോക്ക് ഡിവിഷനിലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത്. ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതിന്റെ ആവേശത്തിലാണ് UDF. രൂപീകരണ കാലം മുതൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്താണ് ശാന്തൻപാറ എന്നതാണ് LDFന്റെ ആത്മവിശ്വാസം. LDFിൽ CPIയുമായുള്ള ചർച്ചകൾ CPIM തുടരുകയാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച ഒരു സീറ്റ് ഇത്തവണ CPIM ഏറ്റെടുത്തിരുന്നു. പകരം സീറ്റ് നൽകില്ലെന്നാണ് സൂചന. UDF സ്ഥാനാർത്ഥികളായി ദേവികുളം ബ്ലോക്ക് ശാന്തൻപാറ ഡിവിഷനിൽ KB വത്സനും പൂപ്പാറ ഡിവിഷനിൽ സിനി തങ്കച്ചനുമാണ് മത്സരിക്കുക. പഞ്ചായത്തിൽ 1 മുതൽ 14 വരെ വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി യഥാക്രമം തിലകറാണി ജയശീലൻ, A വേൽമുരുകൻ, ദാസ് ഖണ്ഡ്, മുത്തുമാരി കണ്ണൻ, S വനരാജ്, ജയലക്ഷ്മി, ഗീത വരദരാജൻ, റജി കണ്ടനാലിൻ, വത്സ ജോയി, ആശ ബൈജു, വിഷ്ണുപ്രിയ അനീഷ്, സുരേഷ് ആശാരിപറമ്പിൽ, നിഷ പ്രസീദ്, സന്തോഷ് താമരപ്പള്ളി എന്നിവരാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച 1ാം ഘട്ട പ്രചാരണം പൂർത്തീകരിക്കുകയാണ് കോൺഗ്രസ്. സിറ്റി വിഷൻ പൂപ്പാറ. CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സേനാപതി, ശാന്തൻപാറ, രാജാക്കാട് പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പ്രതിസന്ധികളിൽ നിലനിൽക്കുന്ന ഇടങ്ങളിൽ മുന്നണി യോഗം ചേർന്ന് ചർച്ച ചെയ്യുന്നതിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. CPI ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി അതിർത്തിയിലുള്ള രാജാക്കാട്, സേനാപതി, ശാന്തൻപാറ പഞ്ചായത്തുകളിലാണ് CPI നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ മണ്ഡല സെക്രട്ടേറിയറ്റും മണ്ഡലം കമ്മിറ്റിയും പരിശോധിച്ച് അംഗീകരിച്ചതിന് ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. ശാന്തൻപാറ ചേരിയാർ വാർഡിൽ വൈസലിനും, സേനാപതി പഞ്ചായത്തിലെ 10ാം വാർഡിൽ ആൻഡോ തോമസും, 13-ൽ NR വിജയകുമാർ, 14-ൽ അനിത ഷാജി എന്നിവരും, രാജാക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡിൽ പ്രിൻസ് മാത്യു, 10-ൽ ബിന്ദു ജീവൻകുമാർ എന്നിവരാണ് മത്സരിക്കുക. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മികച്ച വിജയമുണ്ടാകുമെന്നും മറ്റ് പഞ്ചായത്തുകളിലും മുന്നണി യോഗം ചേർന്നതിന് ശേഷം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയി പറഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി 4 പഞ്ചായത്തുകൾ നിലവിലുണ്ട്. 4 പഞ്ചായത്തുകളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. സേനാപതി പഞ്ചായത്തിലെ സീറ്റ് ധാരണ ചർച്ച പൂർത്തീകരിച്ചു. അവിടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി, ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി അത് മത്സരരംഗത്തേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ രാജാക്കാട്ടിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി പോവുകയാണ്. ഇടതുപക്ഷത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വലിയ സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവിലും മണ്ഡലം കമ്മിറ്റിയിലും CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ CU ജോയി, MY ഔസഫ്, മണ്ഡലം സെക്രട്ടറി KC ആലീസ്, PT മുരുകൻ, പ്രിൻസ് മാത്യു, PS അനിൽ, KK തങ്കപ്പൻ അടക്കമുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ പൂപ്പാറ. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് അടച്ചു. 1 മാസത്തേക്കാണ് പ്രവർത്തനം നിർത്തിയത്. ജനറേറ്ററുകളിലെ അറ്റകുറ്റപ്പണി തുടങ്ങി. ഇന്നലെ നടന്ന മന്ത്രിതല യോഗത്തിലാണ് പവർ ഹൗസ് അടയ്ക്കാൻ തീരുമാനമായത്. പുലർച്ചെ 4 മണിയോടെയാണ് വൈദ്യുതി നിലയത്തിന്റെ പ്രവർത്തനം നിർത്തിയത്. ജലവിതരണത്തിന് ബദൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മൂലമറ്റം പവർ ഹൗസിന്റെ പ്രവർത്തനം നിർത്തിയതോടെ സംസ്ഥാനത്ത് പീക്ക് സമയത്ത് 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. വൈദ്യുതി നിലയത്തിലെ ബട്ടർഫ്ലൈ വാൽവിനുള്ളിലെ ചോർച്ച പരിഹരിക്കുവാനും പ്രധാന 2 ഇൻലൻഡ് വാൽവുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമായാണ് നിലയം അടച്ചിട്ടത്. എന്നാൽ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. ജൂലൈയിൽ അധികമായി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി പഞ്ചാബ്, മധ്യപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിരുന്നു. ഇത് ഈ മാസം 5% അധിക വൈദ്യുതി സഹിതം തിരിച്ചു കിട്ടുമെന്നും KSEB അധികൃതർ വ്യക്തമാക്കുന്നു. ജൂലൈയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും കനത്ത മഴ വന്ന സാഹചര്യത്തിലായിരുന്നു ഇത് മാറ്റിവെച്ചത്. സിറ്റി വിഷൻ ഇടുക്കി.
ഇടുക്കി ജില്ലയിൽ തുലാവർഷ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. ഒരു സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഈ വർഷം ഇത് 6ാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് പൊന്മുടി അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ ഉയർത്തിയത്. രാവിലെ 10 മണിയോടെ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും. നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് രാത്രികാലങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. പന്നിയാർ ഇലക്ട്രിക്കൽ പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 707.75 അടിയാണ് പരമാവധി സംഭരണ ശേഷി. നിലവിൽ 706.85 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. 706.056 അടിയിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ താൻ സഹോദരനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതി വ്യാജമെന്ന CPI പാമ്പാടുംപാറ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ PT ഷിഹാബ്. പരാതി ഉന്നയിച്ച സഹോദരനുമായി തനിക്ക് സ്വത്ത് തർക്കമില്ലെന്നും ഷിഹാബ് പറഞ്ഞു. തനിക്ക് പാരമ്പര്യമായി ലഭിച്ച സ്വത്ത് മാത്രമാണ് ഉള്ളത്. പിതാവ് തനിക്ക് തന്ന സ്വത്താണിത്. ഇതുമായി ബന്ധപ്പെട്ട ദേവികുളം RDO ഓഫീസിൽ നിന്നും തനിക്ക് അനുകൂലമായി വിധി ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസും BJPയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് വ്യാജ പരാതിയെന്നും ഷിഹാബ് പറഞ്ഞു. എൻ്റെ സഹോദരൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ അദ്ദേഹത്തെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നും വീട് സാധനങ്ങൾ തല്ലി തകർത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു BJP നേതാവിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു സമീപനമുണ്ടായി. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. എനിക്ക് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയാനുള്ളത്, അവരുടെ വീട്ടിൽ ആരാണ് ആക്രമിച്ചതെന്ന് ഇന്നത്തെ സംവിധാനത്തിൽ അന്വേഷണം നടത്തിയ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയും. പോലീസ് പോലുള്ള സംവിധാനം നമുക്കുണ്ട്. വിരൽ അടയാള വിദഗ്ധരുണ്ട്. അവരെയൊക്കെ കൊണ്ട് അതിന് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ, അതോ സ്വന്തമായി തന്നെ ആ സാധനം TV ഒക്കെ എടുത്ത് പുല്ലിൻ്റെ ചോട്ടി വെച്ച് വീട് ആക്രമിച്ചു എന്നുള്ള വ്യാജ പരാതിയാണോ എന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതാണ് എനിക്ക് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്. മുമ്പും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ സഹോദരൻ സുലൈമാനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികൾ തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ കുത്തക വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ താൻ വിജയിച്ചതു മുതൽ ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ നടക്കാറുണ്ടെന്നും PT ഷിഹാബ് പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
വീണ്ടും വാർത്തകളിലേക്ക്. 11 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ സഹോദരന്റേത് കൊലപാതകമെന്ന ആരോപണവുമായി ജ്യേഷ്ഠൻ രംഗത്ത്. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ താമസക്കാരനായ സുരേഷ് ഭവനത്തിൽ എസ് സജീവാണ് അനുജൻ സുഭാഷിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. കട്ടപ്പന നരിയമ്പാറയിൽ താമസിച്ചിരുന്ന സുഭാഷിനെ 2014 ഏപ്രിൽ 22-നാണ് കാണാതായത്. തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാവാതെ വന്നതോടെ 2016 വീണ്ടും പോലീസിൽ പരാതി നൽകി. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി നടത്താൻ തയ്യാറായില്ല. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടുന്ന സംഘം സുഭാഷിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും മൃതദേഹം വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ മറവ് ചെയ്തെന്നും സജീവ് ആരോപിക്കുന്നു. ഈ ചെറുക്കനെ എൻ്റെ അനിയനെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പം ഏതാണ്ട് ഒരു 4 അടി വീതിയിൽ ഒരു 5 അടി 6 അടി നീളത്തിൽ ഇഞ്ചിക്ക് പണ കോരുന്നവരെ പണ കോരിയിട്ട് ചുമല ചീരി നട്ടിട്ടുണ്ട് എൻ്റെ കൊച്ചമ്മയും ചിറ്റപ്പനും. അപ്പോൾ കൊച്ചമ്മ എന്നോട് പറഞ്ഞു, എടാ ചിറ്റപ്പൻ കൃഷിഭവനിൽ പോയപ്പം കുറച്ച് ചീരയുടെ അരി കിട്ടി, അത് ഇവിടെ കൊണ്ടുവന്ന് പാകിയെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴും ആ സ്ഥലവും വീടും അവിടെ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ അനിയൻ ജീവിച്ചിരിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയനെ കാണാതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നേരം നമ്മളൊന്നും മിണ്ടില്ല. നമുക്ക് അന്നേരം ഒന്നും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വാടകയ്ക്ക് പലരും താമസത്തിന് വന്നു. പല ആൾക്കാർ താമസത്തിന് വന്നു കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, 5-6 ചീര നട്ടോട്ടെ, ചേമ്പ് നട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നട്ടോളാൻ പറഞ്ഞു. കാരണം എനിക്ക് പാലഗ്രാമിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഈ ചീരയും ചേമ്പ് നടാനായിട്ട് അവിടെ ഇറങ്ങിയപ്പം ഈ കൊച്ചമ്മയും ചിറ്റപ്പനും സമ്മതിക്കല്ലേ ഇവിടെ പണിയാനായിട്ട്. അപ്പം നമുക്ക് സംശയങ്ങൾ തുടങ്ങി. എന്നാൽ ഇവിടെ പരിശോധന നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും MP, DGP എന്നിവർക്കും പരാതി നൽകിയെങ്കിലും അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നുവെന്നും സുഭാഷിന്റെ തിരോധാനത്തെ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും സജീവ് പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. പൊട്ടൻകാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ശാന്തൻപാറ KVKയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാകർ സൗന്ദർരാജ് ക്ലാസ് നയിച്ചു. ഏലം കർഷകരെ ശാസ്ത്രീയ കൃഷിരീതിയിൽ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകരുടെ സംശയങ്ങൾ നീക്കുകയും ഒപ്പം പുതിയ അറിവുകൾ പകർന്നു നൽകിയും പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിൽ ശാന്തൻപാറ KVKയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാകർ സൗന്ദർരാജ് ക്ലാസ് നയിച്ചു. നിങ്ങളെല്ലാം വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നവരാണ്. ഞാനിപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഈ സ്ലൈഡ്സ് എൻ്റെ ഒരു 16 അല്ല 17 വർഷത്തിൽ പല കർഷകരുടെ ഫീൽഡിൽ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ കർഷകരുടെ ഫീൽഡിൽ ചെയ്ത പല മെത്തേഡ്സും. ഏലം കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങൾ, അവയുടെ പ്രതിരോധം, രോഗബാധ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ, ഇവ വരാതെ എങ്ങനെ പ്രതിരോധിക്കാം, ചിലവ് കുറഞ്ഞ രീതിയിൽ ഏലം കൃഷിയെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം, ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച വിശദമായി ക്ലാസ് നയിച്ച ഡോക്ടർ സുധാകർ സൗന്ദർരാജ് പ്രതിപാദിച്ചു. ബാങ്ക് പ്രസിഡന്റ് VP ചാക്കോ, സെക്രട്ടറി ബെന്നി ജോസഫ്, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി കർഷകരാണ് സെമിനാറിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്. സിറ്റി വിഷൻ, പൊട്ടൻകാട്. സഹകരണ വകുപ്പിനെ വിമർശിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. മന്ത്രിയും ബോർഡും പെൻഷനേഴ്സിന്റെ ഉന്നമനത്തിനായി നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണയിലാണ് ആരോപണം. നിർത്തലാക്കിയ ക്ഷാമശ്വാസം പുനഃസ്ഥാപിക്കുക, പെൻഷനേഴ്സ് പരിഷ്കരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. KCSPA സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. 1700 കോടി രൂപ കേരള ബാങ്കിൽ നിക്ഷേപമാക്കിയുണ്ട് പെൻഷൻ ബോർഡ്. കേരള ഗവൺമെൻറ് പൈസ തരേണ്ടതില്ല, ആരും സൗജന്യമായി തരേണ്ടതില്ല. CPF-ൽ ജീവനക്കാർക്ക് അർഹമായ ഫണ്ട് കേരള ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ ഉപയോഗിച്ച് കൊടുക്കുന്ന പെൻഷനാണ്. ഇവർ ഇതിനകത്ത് കയറി കൈകടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ നമ്മുടെ ജില്ലക്കാരൻ ആണ് പെൻഷൻ ബോർഡ് ചെയർമാൻ, നമ്മുടെ തിലകനാണ്. 2 CITU നേതാക്കന്മാരാണ്. ഒന്ന് CITU ജില്ലാ പ്രസിഡന്റ്, അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് വാസവൻ. പക്ഷേ അവർ 2 പേരും കൂടെ കണക്ക് കൂട്ടിയിട്ട് നമ്മുടെ പെൻഷൻ ബോർഡിൽ നിന്നും താലൂക്ക് പ്രസിഡന്റ് KC ചാക്കോ, ജില്ലാ വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ PM സുഗു, താലൂക്ക് സെക്രട്ടറി KG മേനോൻ,
TV എബ്രഹാം, P ബാലചന്ദ്രൻ, VK ഉഷ, K ലളിതാഭായി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണമുയർത്തി നടത്തുന്ന മോട്ടോർ സൈക്കിൾ റാലിക്ക് കുമളിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി H. സനൽകുമാർ ക്യാപ്റ്റനായുള്ള ജാഥ ഇന്ന് ഇടുക്കിയിൽ സമാപിക്കും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വലിയ സാമൂഹിക വിപത്തായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന പശ്ചാത്തലത്തിലുമാണ് ഇവയ്ക്കെതിരെ പൊതു അവബോധം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ ലഹരി വിരുദ്ധ മോട്ടോർ സൈക്കിൾ റാലി നടത്തിവരുന്നത്. 2ാം ദിവസമായ ഇന്നലെ രാവിലെ മൂന്നാറിൽ നിന്നും ആരംഭിച്ച റാലി വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചാണ് കുമളി ടൗണിൽ എത്തിച്ചേർന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കുമളി വൈസ് MCA, സീനിയർ ചേംബർ ഇന്റർനാഷണൽ, കേരള പോലീസ് അസോസിയേഷൻ, ഇടുക്കി ജില്ലാ കമ്മിറ്റി, കുമളി ഗവൺമെന്റ് സ്കൂൾ, അമരാവതി ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് കുമളി ടൗണിൽ റാലിക്ക് സ്വീകരണം നൽകിയത്. ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ബിജു KR സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതുകൊണ്ട് അവരെ മെയിൻ സ്ട്രീമിലോട്ട് എത്തിക്കുക എന്ന ഒരു കർത്തവ്യം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെ അവരെ കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായ പ്രവൃത്തിയായിരിക്കും. നമ്മൾ രാഷ്ട്രത്തിന് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമായിരിക്കും നമ്മൾ അത്തരത്തിൽ ചെയ്യുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികൾ നിസ്സാരക്കാരല്ല. വളരെ വലിയ അക്കാഡമിഷ്യൻസ്, സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞർ, സ്കിൽഡ് ലേബേഴ്സ്, അങ്ങനെ പല തുറയിലും പെട്ട ആൾക്കാരാണ് നമുക്ക് ഇത്തരത്തിൽ ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് നമ്മുടെ രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെ നമുക്ക് തിരികെ വേണം. കുമളി ഗവൺമെന്റ് സ്കൂൾ, അമരാവതി ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് HSS വെള്ളാരംകുന്ന് എന്നിവിടങ്ങളിലെ SPC യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമടക്കം ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കുമളി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ H. സനൽകുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പീരുമേട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്കുമാർ B. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മി അരുൺ, കുമളി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഭിലാഷ് കുമാർ, SI മിഥുൻ, അശോക് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി H. സനൽകുമാർ നയിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലി വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് വൈകിട്ട് ഇടുക്കിയിലെത്തി സമാപിക്കും. വിവിധ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ, വെള്ളി ഗ്രാമിന് 173 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജകുമാരിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് CPM നേതാക്കൾ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ല എങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് മുമ്പോട്ട് പോകുമെന്നും CU ജോയ്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് അടച്ചു. 1 മാസത്തേക്കാണ് പ്രവർത്തനം നിർത്തിയത്. ജനറേറ്ററുകളിലെ അറ്റകുറ്റപ്പണി തുടങ്ങി. ഇന്നലെ നടന്ന മന്ത്രിതല യോഗത്തിലാണ് പവർ ഹൗസ് അടയ്ക്കാൻ തീരുമാനമായത്. ഇടുക്കി ജില്ലയിൽ തുലാവർഷ മഴ ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. 2ാമത്തെ ഷട്ടർ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പന്നിയാർ പുഴയുടെ ഇരുകരകളിലും ജാഗ്രതാ നിർദ്ദേശം.
സ്വത്ത് തർക്കത്തിന്റെ പേരിൽ താൻ സഹോദരനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതി വ്യാജമെന്ന CPI പാമ്പാടുംപാറ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ PT ഷിഹാബ്. പരാതി ഉന്നയിച്ച സഹോദരനുമായി തനിക്ക് സ്വത്ത് തർക്കമില്ലെന്നും ഷിഹാബ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.